ഇന്നാണെങ്കിൽ നല്ലൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. ചേട്ടയുടെ അമ്മ വീട്ടിൽ പെരുന്നാളും ഉണ്ട്, ചേട്ടയുടെ ഒരു കസിൻ്റെ കല്യാണവും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു കല്യാണത്തിന് പോയിട്ട് അതുവഴി പെരുന്നാൾക്ക് പോകാമെന്ന്. അങ്ങനെ കല്യാണത്തിനായിട്ട് പള്ളിയിലേക്ക് ചെന്നപ്പോൾ പള്ളിയിൽ ആരും വന്നിട്ടില്ല. അപ്പോൾ അവിടെ അടുത്താണ് ഒരു ചേച്ചിയുടെ വീട്. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അവർ നല്ല കളിയായിരുന്നു. ഞാനാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല, കാരണം എല്ലും കപ്പ എനിക്കങ്ങനെ എപ്പോഴും തൃശ്ശൂർ ഒന്നും കിട്ടാറില്ല. കല്യാണ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് കഴിക്കേണ്ടിയിരുന്നില്ല എന്ന്. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. എന്തായാലും ജാനൂസും കുട്ടികളും നല്ല കളിയാണ് കേട്ടോ. നമ്മളവിടെ നിന്ന് നേരെ പോയത് ഓഡിറ്റോറിയത്തിലേക്കാണ്. നമുക്കിന്ന് പാലിയൂർക്കൂടെ പോകേണ്ടതുകൊണ്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. പക്ഷെ പെണ്ണിൻ്റെ ആൾക്കാരും പള്ളിയിലെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. അങ്ങനെ നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു. ചേച്ചിയുടെ അടുത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല അടിപൊളി ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യാട്ടോ. പിന്നെ എൻ്റെ ഫുഡും കൂടെ ജിൻഡും അങ്ങോട്ട് കഴിഞ്ഞു. ഫുഡടി കഴിഞ്ഞ് ഞങ്ങളൊരു ഐസ്ക്രീമും പോപ്കോണും കടലയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് അവിടെ ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം. ഇതിലെവിടെ പാട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ പാട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞു പാലിയർക്ക് എത്തുമ്പോൾ. അപ്പോൾ എല്ലാവരും ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് കഴിച്ചില്ല. എല്ലാവരും പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ്. അമ്മയൊക്കെ ഇത് പോകാൻ റെഡിയായി തുടങ്ങി. നമ്മളും അധികം വൈകാതെ തന്നെ പോകും, കാരണം ജിൻഡ് ഇന്ന് തന്നെ ചെന്നൈക്ക് തിരിച്ചു പോവാണ്. നമ്മുടെ കസിൻസൊക്കെ ഉണ്ട് എല്ലാവരും. നമ്മുടെ റൂത്ത് മോള് ഇത് മണ്ടയിലൊക്കെ കയറി ഇരുന്നിട്ട് പോവാണ്. അവളുടെ അച്ഛനാണത്. തലേ ദിവസത്തെ രാത്രിയിലെ പള്ളിയിലെ പരിപാടികളുടെ വീഡിയോസ് കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്.